അസ്സലാമു അലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മളിവിടെ എല്ലാവരും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വൃത്തിയുള്ള വീടിന് വേണ്ടി 8 ശീലങ്ങളാണ് കേട്ടോ. നമ്മുടെ വീടെന്ന് പറയുന്നത് സ്വർഗ്ഗമാണ്. അത് വാടക വീടായാലും നമ്മൾ സ്വന്തമായിട്ട് വീട് കയറ്റിയാലും അതിനെയൊക്കെ നമ്മൾ പൊന്നു പോലെ കൊണ്ട് നടക്കില്ലേ. അപ്പോൾ വൃത്തിയുള്ള വീടിന് വേണ്ട 8 ശീലങ്ങളാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ആദ്യത്തെ ശീലം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങി എണീച്ച ഉടനെ തന്നെ നമ്മളെ ബെഡൊക്കെ നല്ല വൃത്തിക്ക് തന്നെ തട്ടിക്കൊട്ടി കുടഞ്ഞ് നല്ല നീറ്റിൽ തന്നെ വിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മൾ എപ്പോഴാണോ എണീക്കണത് അല്ലെങ്കിൽ കുട്ടികൾ എപ്പോഴാണോ എണീക്കണത് ആ സമയത്ത് തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തട്ടിക്കൊട്ടി നല്ലതുപോലെ വിരിച്ചിടുക. അതുപോലെ തന്നെ അടുത്തുള്ള ജനലൊക്കെ തുറന്നിടുക കേട്ടോ. അപ്പോൾ എൻ്റെ ജനൽ ഇന്ന് തുറക്കാൻ പറ്റില്ല, ഇന്ന് നല്ല കുറച്ച് ദിവസം തുറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ വീടിൻ്റെ മുകളിലായിട്ട് വീട് പണി നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ പൊടിയും മണ്ണൊക്കെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വരും കേട്ടോ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, ഇതിന് ജനലിൻ്റെ നേരെ ബാക്ക് സൈഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ജനൽ തുറന്നാൽ അവിടുത്തെ പൊടിയൊക്കെ വരും. അതുകൊണ്ട് തന്നെ ഞാൻ തുറക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ജനലൊക്കെ ഇതേപോലെ അരികിലുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് വെക്കുക. കുറച്ച് നേരമെങ്കിലും ഒന്ന് തുറന്ന് വെക്കാം, പിന്നീട് നമുക്ക് അടയ്ക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് അല്ലേ. ഇങ്ങനെ വൃത്തിക്ക് തന്നെ വിരിച്ചിടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. അതേപോലെ തന്നെ വീടിൻ്റെ മുൻവശം നമ്മൾ കയറി വരുന്ന ഭാഗത്ത് കുറേ ചെരുപ്പുകളൊക്കെ ഉണ്ടാകില്ലേ. ഇപ്പോൾ ഷൂ റാക്കൊന്നും എനിക്കില്ല, ഞാൻ ബാക്കിലൊരു ചെറിയൊരു റാക്കുണ്ട്. അത് എനിക്ക് പഴയൊരു TV സ്റ്റാൻഡാണ്, അതിലാണ് ഞാൻ വെക്കണത് കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ മുന്നിൽ ഒരുപാട് ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്നായിരിക്കും നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ ബാക്കിലത്തെ ചെരുപ്പായാലും ഫ്രണ്ടത്തെ ചെരുപ്പായാലും ഒക്കെ ഒതുക്കി പെറുക്കി ചിട്ടയിൽ വെക്കുക. പിന്നെ ഇറങ്ങുന്ന സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലൊരു റാക്ക് വെക്കുക കേട്ടോ. റാക്ക് ഉണ്ടെങ്കിൽ ഷൂ റാക്ക് ഉണ്ടെങ്കിൽ അതിൽ വെക്കുക. എനിക്കിപ്പോൾ ഷൂ റാക്കൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു റാക്കിലാണ് വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കാകട്ടെ ഫ്രണ്ടാകട്ടെ ചെരുപ്പ് കുന്നുകൂടി കിടക്കേണ്ട, നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കുക. പുറത്തേക്ക് പോവുകയാണെങ്കിലും അഥവാ തിരുമ്പാൻ പോവുകയാണെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുക്കുക. പിന്നെ വീണ്ടും അതേപോലെ അവിടെ തന്നെ വെക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ തടഞ്ഞൊന്നും നടക്കണ്ട. അപ്പോൾ ബാക്കിലായാലും ഫ്രണ്ടിലായാലും ചെരുപ്പുകൾ കുന്നുകൂടിയൊന്നും ഇടണ്ട. ഇതേപോലെ നമുക്ക് നീറ്റായിട്ട് വെക്കാം. ആവശ്യമുള്ളപ്പോൾ നമുക്ക് പുറത്തെടുത്ത് നടക്കാം കേട്ടോ. അതുപോലെ തന്നെ വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നേരെ നമ്മൾ കയറി വരുന്നതിന് സോഫയിൽ ഇങ്ങനെ മൊബൈൽ ചാർജർ, താക്കോല്, പിന്നെ TV റിമോട്ടൊക്കെ കണ്ടാൽ അപ്പോഴേക്ക് തന്നെ നമുക്ക് എടുത്ത് നീറ്റായിട്ട് ഒരു ബോക്സിലേക്ക് ഇട്ട് വയ്ക്കുക. ചാർജറൊക്കെ ഒരു ബോക്സിലും താക്കോലൊരു ബോക്സിലും ഒക്കെ ആയിട്ട് അങ്ങനെ നീറ്റായിട്ട് സോഫ ക്ലീൻ ആക്കിയിട്ട് വെക്കുക. അതാത് ഭാഗത്തേക്ക് എടുത്തത് ആ ഒരു സാധനങ്ങളൊക്കെ ഒരേ ഭാഗത്ത് കൊണ്ടുപോയി കേട്ടോ. നമ്മൾ എവിടെയാണ് എടുത്തത് ആ ഒരു ഭാഗം തെറ്റാതെ നമ്മൾ ഏത് ഭാഗത്താണ് എടുത്തത് ആ ഒരു ഭാഗത്തിലേക്ക് കൊണ്ടുവയ്ക്കുക. സോഫയ്ക്ക് ഇത്രയും നീറ്റിലായിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ഭാഗത്താണ് എൻ്റെ TV റിമോട്ടും താക്കോലും അതുപോലെ തന്നെ മൊബൈൽ ചാർജറൊക്കെ ഇട്ട് വെക്കുക കേട്ടോ ഈ ബോക്സിൽ. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് പിന്നെയും മാറിയാൽ വീണ്ടും ഇതേപോലെ ബോക്സിലേക്ക് കൊണ്ടിട്ടിട്ട് അതേ ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. പിന്നെ വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മളെ ഡൈനിങ് ടേബിളാണ് കേട്ടോ. ഡൈനിങ് ടേബിൾ എത്ര ചെറുതായാലും എത്ര വലുതായാലും ഭംഗിയില്ലാത്തതാകട്ടെ നല്ല ഭംഗിയുള്ളതാകട്ടെ നല്ല വൃത്തിയോടുകൂടി ഭംഗിയോടെ കൂടിയിട്ട് സൂക്ഷിക്കേണ്ട കടമ നമുക്കാണ്. ഞാൻ ഉള്ള അൽക്കുലത്ത് ഒക്കെ ഇവിടെ കൊണ്ട് വെക്കും കേട്ടോ. അപ്പോൾ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും. വച്ചിട്ട് ഞാൻ തന്നെ എടുത്തിട്ട് പിന്നീട് ഒന്ന് ശരിയാക്കും. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യേണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉള്ള അൽക്കുലത്തൊക്കെ ഇതിൽ കൊണ്ടുവയ്ക്കും കേട്ടോ. പിന്നെ വീണ്ടും പെട്ടെന്ന് തന്നെ അപ്പം തന്നെ ഞാൻ എടുത്ത് ക്ലീനാക്കി വിടും. അപ്പോൾ നമ്മളെ ഡൈനിങ് ടേബിൾ നല്ല കുറച്ചൊക്കെ എന്തെങ്കിലും ഒരു സ്പ്രേയോ എന്തെങ്കിലും ഒരു ലിക്വിഡൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇടാം കേട്ടോ ഡൈനിങ് ടേബിൾ എന്ന് പറയുന്നത് ഇത്ര വൃത്തിയാക്കിയിട്ടിട്ടാൽ കാണാൻ നല്ല മൊഞ്ചാണ്. പിന്നെന്താ എന്തെങ്കിലും കൊണ്ട് സാധനം വെച്ചാൽ അപ്പം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, എത്ര ചെറുതായാലും എത്ര ഭംഗിയില്ലാത്തതായാലും ഉള്ളതായാലും വലിയ ഡൈനിങ് ടേബിളായാലും നമ്മൾ വൃത്തിയാക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും. പിന്നെ വൃത്തിയുള്ള വീട് ഇതുപോലെ കുന്നുകൂടിയിട്ട് വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കുന്നുകൂടി ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുള്ളത് തന്നെയാണ്. നമ്മളെ തുണികൾ ഉണങ്ങാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ ഡ്രയറിലിട്ടിട്ട് ഉണക്കിയാലും പുറത്തിട്ടിട്ട് ഉണക്കിയാൽ തന്നെ ഒന്നും ഉണങ്ങാത്തൊരു വീട് തന്നെയാണ്. ആ ഒരു പച്ച സ്മെല്ല് പോവുകയില്ല. അപ്പോൾ നല്ലോണം വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്തായാലും പുറത്തിട്ടിട്ട് നല്ലൊരു സ്മെല്ല് പോകണ വരെ നല്ലോണം ഉണക്കിയെടുക്കുക. എന്നിട്ട് ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഫാനിൻ്റെ ചോട്ടിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുത്തിട്ട് നല്ല ഡ്രൈ
ആയിട്ട് ആയതോട് കൂടിയിട്ട് നമ്മൾ കയ്യോടെ ആ ഒരു അപ്പം തന്നെ എല്ലാ തുണികളും മടക്കിയിട്ട് അതാത് ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു ഭാഗം ഇതപ്പോൾ ചെയറൊക്കെ മുഴുവനായിട്ട് കാലിയായി. ഇതിനൊരു മടി പിടിച്ച് നിന്നാൽ ആ ചെയറിൽ വീണ്ടും വീണ്ടും കുന്നുകൂടി കിടക്കും കേട്ടോ. നമുക്ക് വയ്യാതെ കിടക്കുമ്പോഴൊക്കെ അങ്ങനെ കുന്നുകൂടിയാൽ കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഈ ഒരു ഡെയിലി യൂസ് ചെയ്യണതൊക്കെ ഈ ഒരു റാക്കിൽ ഇതാ ഇതുപോലെ നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് മടക്കി വെച്ചാൽ ആ ഒരു കസാലയ്ക്ക് ഒന്ന് റിലീസായില്ലേ. പിന്നെ വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മളെ കൗണ്ടർ ടോപ്പാണ്. കൗണ്ടർ ടോപ്പിൽ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരുന്നാൽ നമുക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. നല്ല ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നല്ലൊരു ഒത്തിരി സന്തോഷമായിരിക്കും. എൻ്റെ കിച്ചൺ എന്ന് പറയുന്നത് ചെറുതാണ് കേട്ടോ, അത്ര വലിയൊരു കിച്ചണൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല, ഇപ്പോൾ വലിയ കിച്ചണായാലും നല്ലതുപോലെ നല്ല കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മളെ പാത്രങ്ങൾ കുന്നുകൂടിയിട്ട് ഇത് അതിൽ ഇട്ട് വെക്കാൻ പാടില്ല. അപ്പം എപ്പോഴൊക്കെ പാത്രങ്ങളാകണം അപ്പോഴൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ വൃത്തിയുള്ള വീടിന് അടുത്ത ശീലം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു വേസ്റ്റ് ബോക്സ് കരുതിയിട്ട് ആ ഒരു ഫുഡ് വേസ്റ്റൊക്കെ അപ്പം തന്നെ കൈയോടെ അതിലേക്ക് തട്ടിക്കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു ഒരു ബോക്സൊക്കെ ഇപ്പോൾ കടയിലൊക്കെ വിൽക്കുന്നുണ്ടല്ലോ, അത് വാങ്ങിയാലും മതി. ഞാനിപ്പോൾ അതൊന്നും ഉപയോഗിക്കണില്ല. അപ്പോൾ ഇതുപോലെ ഒരു ഐസ്ക്രീം ഡപ്പയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് എല്ലാ ഫുഡ് വേസ്റ്റും ഇതേപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ സിങ്കിൽ പോയിട്ട് അടയൊന്നുമില്ല. ഇങ്ങനെ കൈയോടെ എടുത്തിട്ട് ഒന്ന് കുട്ടികളൊക്കെ പെട്ടെന്ന് കൊണ്ടൊരു സിങ്കിലായിരിക്കും തട്ടുക. അപ്പോൾ നമുക്ക് പണിയൊന്നും കഴിഞ്ഞ് നിൽക്കാൻ പാടില്ല. ആ ഒരു ടൈമിൽ എത്ര പാത്രം, 2 പാത്രമായാലും അതൊക്കെ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെയാണ് സിങ്കിൽ എപ്പോഴും പാത്രം കുന്നുകൂടി ഇടാതെ നമ്മൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടൈമിങ്ങിൽ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളുണ്ടാകും. നമുക്ക് കുക്കിംഗ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വേകാനൊക്കെ ടൈമിങ് ഉണ്ട്, അല്ലെങ്കിൽ മീനൊക്കെ ഫ്രൈ ചെയ്യാനൊക്കെ ഇനി സമയങ്ങളുണ്ട് പറഞ്ഞാൽ ആ ഒരു ടൈമിങ്ങിൽ തന്നെ സെക്കൻഡ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രങ്ങൾ കഴുകി ആ ഒരു സിങ്കൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇടാം. അപ്പോൾ നമുക്ക് പിന്നെ ഡീപ്പായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ആ ഒരു സിങ്ക് തന്നെ റിലീസായി കിട്ടും. സിങ്കിൽ കുന്നുകൂടി എന്നും പാത്രങ്ങൾ ഇട്ടാൽ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും, ഇത്രയും പാത്രങ്ങളൊന്നും കഴുകി എടുക്കണ്ടേന്ന്. അപ്പോൾ പാത്രം കഴുകാനുള്ള ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ പെട്ടെന്ന് കഴുകുക എന്ന്. അപ്പോൾ അതിനൊക്കെ നല്ല നല്ല കമൻറ്റ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതിൽ എനിക്ക് കമൻറ്റിൽ വായിക്കണം എന്നുണ്ട്. ഞാൻ ഇനി ഒരു വീഡിയോയിൽ പറയാം. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൽ പറയാം കേട്ടോ. കുറേ ആൾക്കാർ നല്ല നല്ല കമൻറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പറയാൻ ഇത്ര സമയം കുറച്ച് നമുക്കിതൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സമയമില്ല. അപ്പോൾ അതിനായിട്ടുള്ള വീഡിയോ ഞാൻ ഒരു ദിവസം എടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് 2, 3, 4 കമൻറ്റ് നല്ല നല്ല കമൻറ്റ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ പിന്നീട് വായിക്കാം. അപ്പോൾ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഉടനെ പിന്നെ ആ ഒരു പൈപ്പും സിങ്കും കൈയോടെ ഒക്കെ എല്ലാറ്റിനും സെപ്പറേറ്റ് സ്ക്രബ്ബർ വയ്ക്കുക. എന്നിട്ട് നല്ല വൃത്തിക്ക് തന്നെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ നീറ്റായിട്ട് കൊണ്ട് പിന്നെ എല്ലാ ഭാഗത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്പഞ്ച്, ഇത് പാത്രം കഴുകാൻ മാത്രം ഉപയോഗിക്കുക. പാത്രം കഴുകി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് നല്ല പിഴിഞ്ഞു കൊടുക്കുക കഴുകിയിട്ട്. പിന്നെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും നല്ല ചുടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 3-4 മണിക്കൂറൊക്കെ വെള്ളത്തിൽ ചുടുവെള്ളത്തിൽ താത്തി വയ്ക്കുകയാണെങ്കിൽ അതിലുള്ള ബാക്ടീരിയ ഒക്കെ പോയി കിട്ടും കേട്ടോ, ആ ഒരു സ്പഞ്ചിലുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് വേസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൈയോടെ നമുക്ക് എവിടെ തെങ്ങിൻ ചുവട്ടിലോ എവിടെയെങ്കിലും പൂച്ചയ്ക്കോ എവിടെയെങ്കിലും കൈയോടെ കൊണ്ട് തട്ടി കൊടുത്തിട്ട് അതും നല്ല കഴുകി പുറത്ത് സൂക്ഷിക്കുക. ആവശ്യമുള്ളപ്പോൾ ഉള്ളിലേക്ക് എടുത്തിട്ട് വരാം കേട്ടോ. ഇനി നല്ല ഡ്രൈ ആയിട്ട് ഉള്ള തുണി കൊണ്ട് എല്ലാ ഭാഗത്തും നമുക്ക് തുടച്ചെടുക്കാം. അപ്പോൾ രാവിലെ നമുക്ക് എണീക്കുമ്പോൾ തന്നെ നല്ല എല്ലാ ഭാഗത്തും വീണ്ടും ഒന്ന് കഴുകി നമുക്ക് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ എപ്പോഴൊക്കെ കഴിക്കാനും ഇരിക്കണം, അല്ലെ കഴിച്ച് കഴിഞ്ഞാൽ കഴുകാനിരിക്കണം, അപ്പോഴൊക്കെ നല്ല ഡീപ്പായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ നല്ലതുപോലെ. പിന്നെ ഒന്നിച്ച് കഴുകാനും തുടയ്ക്കാനും നിന്നാലുണ്ടല്ലോ അതിൽ തന്നെ പണി പോകും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് എപ്പോഴൊക്കെ തുടയ്ക്കാനും എടുക്കാനും കഴുകാനൊക്കെ ഉള്ളതോ അപ്പോഴൊക്കെ നമുക്കൊക്കെ നല്ല ഡീപ്പായിട്ടല്ല എപ്പോഴും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡീപ്പ് ക്ലീനിക്ക് വരുമ്പോൾ നമുക്ക് സിമ്പിളായിരിക്കും, പെട്ടെന്ന് തന്നെ നമുക്ക് വർക്ക് കഴിയും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ കൗണ്ടർ ടോപ്പ് ആഴ്ചയിൽ 1-2 വട്ടം നല്ല
നല്ല ലിക്വിഡോ അല്ലെങ്കിൽ സോപ്പ് പൊടിയായാലും കുഴപ്പമില്ല, എല്ലാ ഭാഗത്തും നല്ല പതപ്പിച്ച് നല്ലതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നല്ലതുപോലെ വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കട്ടോ. ആഴ്ചയിൽ ഒരു വട്ടെങ്കിലും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ നല്ലതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എല്ലാ ഭാഗത്തും. നമുക്ക് പാത്രം കഴുകിയ എല്ലാ ഭാഗത്തും വെള്ളം ഉണ്ടാവില്ല, അപ്പം നല്ല എന്തുപോലെ ഒന്ന് തുടച്ചെടുത്താൽ അവിടെ ഡ്രൈ ആയിട്ട് കിടക്കും കേട്ടോ അടുക്കള. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു, പിന്നീട് നമുക്ക് കുക്കിംഗ് ചെയ്യാൻ വരുമ്പോൾ നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും, ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും. എന്ത് ചെയ്യണം, എന്തെടുക്കണം എന്ന് അങ്ങനെയൊക്കെ ഒരു ഇതേ സമയം പാത്രങ്ങളൊക്കെ കുന്നുകൂടി ആ ഒരു കച്ചറയൊക്കെ കിടന്നാലുണ്ടല്ലോ നമുക്ക് പിന്നെ അടുക്കളയ്ക്ക് വരാനുള്ള മൂഡ് തന്നെ ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴൊക്കെ ഒരു സ്പൂൺ എടുത്താൽ ആ ഒരു കൈയോട് കൂടെ കഴുകി തുടച്ച് അവിടെ നിന്ന് നീറ്റാക്കി വിട്ടാൽ ആ ഒരു സിങ്കും കൗണ്ടർ ടോപ്പും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കും കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് കിടക്കും. അതുപോലെ തന്നെ വൃത്തിയുള്ള വീടിന് വേണ്ട അടുത്ത ശീലം എന്ന് പറയുന്നത് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് എപ്പോഴൊക്കെ കുക്കിംഗ് കഴിഞ്ഞോ ആ ഒരു ടൈമിങ്ങിൽ എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ കുളിക്കാൻ പോകണ മുന്നേ നല്ലതുപോലെ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഇട്ടിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കുക കേട്ടോ. എപ്പോഴും അങ്ങനെ ചെയ്താൽ നമ്മൾക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, നല്ലതുപോലെ നല്ല വൃത്തിക്ക് തന്നെ തുടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴൊക്കെ കുക്കിംഗ് ചെയ്യണത്, ഉച്ചയ്ക്കായാലും രാവിലെ ആയാലും അതുപോലെ തന്നെ രാത്രിക്കൊക്കെ ആയാലും നമ്മുടെ എന്താ പറയുക, ഉദാഹരണത്തിന് നമ്മളൊരു ചാർക്ക് താളിക്കുമ്പോൾ ആ ഒരു കടുകൊക്കെ തെറിച്ചാൽ എണ്ണ ആ ഒരു സ്റ്റൗവിലൊക്കെ നല്ലോണം തെറിക്കും അല്ലേ. അപ്പോൾ എണ്ണയൊക്കെ തെറിച്ചാൽ ആ ഒരു കടുകൊക്കെ പൊട്ടിത്തെറിച്ചാൽ എണ്ണ എത്രത്തോളം ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ഉണ്ടാകും, നല്ലതുപോലെ ഉണ്ടാകും. അതുപോലെ മീനൊക്കെ ഫ്രൈ ചെയ്താൽ നല്ലതുപോലെ ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ അപ്പോഴൊക്കെ നല്ലതുപോലെ വൃത്തിക്ക് തന്നെ തുടച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ മുന്നിലായിരിക്കും അല്ലേ, അപ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ ഡീപ്പ് ക്ലീൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഞാൻ ആ സമയത്ത് ചെയ്യേണ്ടത്, ഫുഡൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ഇറങ്ങുമ്പോഴേക്കൊക്കെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒറ്റൊരു കാര്യം, ഇതിലൊരു സ്വല്പം ഒരു ലിക്വിഡ് ഒഴിച്ച ശേഷം നന്നായിട്ട് കഴുകി തുടച്ച ശേഷം പെട്ടെന്ന് പാത്രങ്ങളുണ്ടെങ്കിൽ അതും അതേപോലെ ആ ഒരു ടൈമിങ്ങിൽ കഴുകിയെടുത്തിട്ട് പിന്നെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് പോയിട്ട് വന്നാലുണ്ടല്ലോ പിന്നെ അടുക്കള കാണാൻ തന്നെ നല്ലൊരു റാഗത്തായിരിക്കും. അഥവാ അങ്ങനെ കൈയോടെ വിട്ടിട്ട് പോയാൽ പിന്നെ ഒരു അടുക്കള വന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു ദേഷ്യം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാനിപ്പോൾ വലിയ കാര്യത്തിൽ ഞാൻ പൊങ്ങിച്ചാൻ പറയില്ല, എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ വിട്ടെറിഞ്ഞ് പോയിട്ട് പിന്നെ വന്നപ്പോൾ ഭയങ്കര മുഷിപ്പാണ് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമുക്ക് എപ്പോഴൊക്കെയാണോ അടുക്കളയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെ കൈയോടെ ചെയ്ത് വെക്കുക. എപ്പോഴാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒന്നും അറിയില്ല ആർക്കും. അപ്പോൾ നമുക്ക് കൈയോടെ എല്ലാ പണികളും ചിട്ടയ്ക്കോടെ ചെയ്ത് തീർത്താൽ പിന്നെ നമുക്ക് എങ്ങോട്ട് പോയാലും വന്നാലും ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ അടുക്കളയ്ക്കും കയറിയാലും ഉള്ളിൽ കയറിയൊക്കെ ഭയങ്കര റാഹത്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ കമൻറ്റ് കാരണമാണ് ഞാനൊരു വീഡിയോ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ, താങ്ക് യു.